നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ആ ലോകിനെ പൊളിച്ചടുക്കിക്കൊണ്ട് അനുശ്രീ പറഞ്ഞു, ഇവനോ, ഇവൻ എന്റെ ഭർത്താവ് പോലൊരു തേങ്ങയല്ലെന്ന് പറയണം. ഒരു നിമിഷം അലോകിന്റെ തല കുനിഞ്ഞുപോയി. എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്, ദേവമംഗലത്തുള്ളവരും കൃഷ്ണമംഗലത്തുള്ളവരും. പക്ഷെ മീനാക്ഷിക്കും ഇത്രയ്ക്കും പൊതുവെയൊന്നും തോന്നിയില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നല്ലോ. അപ്പോഴേക്കും ഇന്ദിരാമ്മ ചോദിച്ചു, മോളെ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞ സത്യമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അപ്പൊ നിന്റെ കഴുത്തെ കിടക്കുന്ന ഈ താലിയോ? ഒരു പെണ്ണിന്റെ കഴുത്തില് അവളുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു പുരുഷൻ താലി കിട്ടുമ്പോഴല്ലേ അവന്റെ ഭാര്യ ആവത്തുള്ളൂ അവള്. പക്ഷെ ഇത് അങ്ങനെ കെട്ടിയ താലിയൊന്നും അല്ലാന്ന് പറഞ്ഞു. താലി അല്ലെന്നോ? അപ്പൊ നിന്റെ കഴുത്തെ കിടക്കുന്ന ഈ താലി പിന്നെ അതെങ്ങനെ വന്നതാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയൊക്കെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി അവളെ തന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, ഈ താലി ഇത് ഞാൻ സ്വയം കെട്ടിയതാന്ന് പറഞ്ഞു. സ്വയം കെട്ടിയതോ? നീ തനിച്ച? അതെ, ഇതെന്റെ കഴുത്തിൽ അലോക് കെട്ടിയ താലിയല്ല, ഞാൻ തന്നെ കെട്ടിയതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഇവള് വെറുതെ പറയണതാ, അലോകിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവള് വെറുതെ പറയുന്ന, എനിക്കറിയാം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദിരാമ്മ ചോദിച്ചു, മോളെ നീ എന്തൊക്കെയാ പറയണേ? നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ സത്യ അമ്മമ്മ പറയണേ, ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ എന്ന് പറഞ്ഞു. ശരിക്കും അന്ന് സംഭവിച്ച എന്താണെന്നറിയാവോന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. ശരിക്കും ഞാൻ പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ. ആ ലോകിനോടുള്ള പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിക്കൊണ്ട് വന്നത്. അന്ന് അവൻ എന്നോട് ചെയ്ത ചതി അത് നിസ്സാരമായിരുന്നില്ലെന്ന് പറഞ്ഞു. ഇവൻ കാരണം എൻ്റെ ജീവിതം നശിച്ചത്. ഇവൻ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്നും പറഞ്ഞിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാന്. പക്ഷെ മനസ്സാ വാച കർമ്മണ തെറ്റ് ചെയ്യാത്ത എന്നെ എൻ്റെ ജീവൻ നശിപ്പിച്ച് ഇവനൊരുത്തന. അപ്പൊ എനിക്ക് തോന്നി എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു. എൻ്റെ വീട്ടുകാരുടെ മുന്നില്, പിന്നെ ജീവന്റെ മുന്നില്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എനിക്കിതല്ലാതെ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞു. പക്ഷെ ഗോമതിക്ക് അതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗോമതി പറഞ്ഞു, വേണ്ട, നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇനി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ ഇവന് ഏതോ ഒരു പെണ്ണിന്റെ പിന്നാലെ പോയെന്ന് പറഞ്ഞപ്പോ ഇവനെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ, ഞാൻ എന്തിനാ കള്ളത്തരം പറയണെന്ന് ചോദിച്ചു. ആ സമയത്ത് രാജശ്രീ വന്നിട്ട് അനുവിനോട് ചോദിച്ചു, എന്നാലും നീ ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അനന്തന്റെ ഒക്കെ മുഖം വല്ലാതെയായിപ്പോയി. അനന്തൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല അലോക് ചെയ്ത ക്രൂരകൃത്യം നിസ്സാര കാര്യമൊന്നും അല്ലോ ചെയ്തേ. കല്യാണം മുടക്കാനായിട്ട് അവൻ കാണിച്ചു കൂട്ടിയതൊക്കെ അവനെന്ന് എറണാകുളത്തിന് പോകുമെന്നും പറഞ്ഞ് പോയവനാ. എന്നിട്ടാണ് അവളുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്തേ. പെട്ടെന്ന് അനന്തം വന്നിട്ട് അലോകിനോട് ചോദിച്ചു, സത്യവാനോടായി പറഞ്ഞെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അനന്തൻ പറഞ്ഞു, വെല്ലച്ച ഞാൻ നിന്നോട് ചോദിച്ച സത്യമാണോന്ന്. അതും പറഞ്ഞിട്ട് അവന്റെ കറുത്തിട്ട് ഒറ്റ ഒണ്ണം ഇട്ടു കൊടുക്കണം. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, ഏട്ടൻ എന്തിനാ ഇവനെ തല്ലുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഇവൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് ഇവനെ തല്ലുമല്ല കൊല്ലുവാ ചെയ്യണ്ടേന്ന് പറഞ്ഞു. ഈ സമയത്ത് അനുശ്രീ പറഞ്ഞു, എന്റെ ജീവിതം നശിച്ചു. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇവന്റെ ഭാര്യയല്ലേ, പിന്നെ നീ ഇവിടെ എന്തിനാ നിൽക്കുന്നേ? അങ്ങനെ അങ്ങോട്ട് വെറുതെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നില് ഞാനിവന്റെ ഭാര്യ. അത് മാത്രമല്ല, ഒരു രാത്രി ഒരു പുരുഷനോടൊപ്പം കഴിഞ്ഞ പെണ്ണിനെ മറ്റാൾ സ്വീകരിക്കോ? ഒരിക്കലും ഇല്ല. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവന് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിരുന്നു പുറപ്പാട്. എന്നെ ഇവിടെ കൊണ്ടു ഉപേക്ഷിച്ച് തള്ളണം. പിന്നെ എന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്റെ വീട്ടുകാർക്ക് എന്നെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയായിരുന്നു ഇവന്റെ മനസ്സിലിരിപ്പ്. അതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടാണ് ഇവനോട്ട് പണി കൊടുത്തേന്ന് പറഞ്ഞു. കൃഷ്ണമംഗലംകാരുടെ നാവടഞ്ഞു. കാരണം അലോക് ചെയ്ത തെറ്റാണ്. അതിന്റെ ഭാഗമായിട്ട് അനുശ്രീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് മനസ്സിലായി. ഇന്ദിരാമ്മയ്ക്കൊക്കെ എന്ത് പറയണമെന്നറിയില്ല. ഈ സമയത്ത് ആര്യനൊക്കെയാണ് വല്ലാത്തൊരു വിഷമമായിപ്പോയി. കാരണം എല്ലാവരും ഇവളെ കുറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആര്യം മാത്രം അപ്പോഴും പറഞ്ഞു, എന്തോ ഒരു കാര്യമുണ്ട്, ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊന്നും പറയില്ലാന്ന്. അനുശ്രീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഗോമതിക്കൊന്നും വിശ്വാസമില്ലായിരുന്നു. ഗോമതിയൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നേ ശരിക്കും ചതിച്ചിട്ട് ഇറങ്ങി പോയതാ അനു എന്നൊക്കെയായിരുന്നു. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, മോളെ നീ ഇനി നിൽക്കണ്ട, നീ ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. ഇല്ല ചേച്ചി, ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. എൻ്റെ ജീവിതം തകർത്ത് ഇവരാ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയുള്ളൂ പറഞ്ഞ് അനു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ബാക്കി എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. പിന്നീട് അവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും അലോകിന്റെ അടുത്ത് വന്ന് രാജശ്രീ പറഞ്ഞു, എന്നാലും എടാ നീ നിന്റെ ജീവിതം കൊണ്ട് തൊലച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അവളെ പോലൊരു പെണ്ണിന്റെ മുന്നില് അവരങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും കോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കോമതി അകത്തേക്ക് കയറി വന്നു. അപ്പോഴേക്കും ആര്യനും ആകാശവും ഒക്കെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ
ഇനി എനിക്കിത് ശരിയാവും തോന്നില്ല എന്ന് പറഞ്ഞു. ഗോമതി ചോദിച്ചു, എന്ത്? അല്ല, അവള് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ല അനു. ഇനിയിപ്പോൾ അവളെ ഇനിയിപ്പോൾ അവിടെ നിർത്തുന്ന അപകടമാണ്. കാരണം അലോക് എന്തും ചെയ്യാൻ മടിക്കില്ല. സത്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അതെ അമ്മ, ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടും മിത്രയോടും. പക്ഷെ ഇത് ആരോടും പറയരുതെന്നും പറഞ്ഞ് സത്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയാതെ ഈ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയരുതെന്ന്. ഇത് കേട്ടതും ഗോമതി ചോദിച്ചു, സത്യമാണോ നിങ്ങൾ പറയണേ? അതെ, ഞങ്ങൾ അവളോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി. അവൾ അന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ആ വീട്ടിൽ കയറിയിരിക്കുന്നതെന്ന്. ആ ലോകിനോടുള്ള ഈ കുടുംബത്തോട് അവൻ ചെയ്ത ചതിക്ക് അവനോട് പ്രതികാരം ചെയ്യാനാണ്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. അമ്മ ഓരോ നിമിഷവും അവളെ ശപിക്കുമ്പോൾ ഞങ്ങളുടെ നെഞ്ച് എത്രമാത്രം വിങ്ങിയിട്ടുണ്ടെന്നറിയാവോ, വേദനിച്ചിട്ടുണ്ടെന്നറിയാവോ? അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, പാവം എൻ്റെ മോള്, ഞാൻ അവളെ എത്രമാത്രം കുറ്റപ്പെടുത്തി. മിത്ര പറഞ്ഞു, അനു ശരിക്കും പാവാണ്. ഈ കുടുംബത്തിനൊരു നാണക്കേടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തേ. ആലോകിന്റെ ചതിയായിരുന്നു. അവൻ ചതിയനാന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ ഇതുവരെ ആയിട്ടും അവൻ അവളുടെ കഴുത്ത് താലിയൊന്നും ചാർത്തിയിട്ടൊന്നുമില്ല. ആ താലി അവൾ സ്വയം കിട്ടിയ താലി തന്നെയാന്ന് പറഞ്ഞു. കോമതിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അമ്മേ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കണം, ഇല്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. കോമതി പറഞ്ഞു, നമ്മൾ വിളിച്ച് അവൾ ഇങ്ങോട്ടേക്ക് വരുമോ? വരാതിരുന്നിട്ട് കാര്യമില്ല. കാരണം അവൾ ഇവിടെ വരണം. അലോകിനെപ്പോലൊരു ദുഷ്ടൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അച്യുതരണ കട്ടക്കലിപ്പിലായിരുന്നു. എടി, നീ ഈ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? എന്റെ മോൻ കിട്ടിയ താലിയാന്നും പറഞ്ഞോണ്ട് ഇപ്പോഴല്ലേ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നേ? നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നേ? കടന്നു പോടി അപ്പുറത്തേക്കെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനുശ്രീ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് ഞാൻ പോകാനും ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ ജീവിതം തകർത്ത ഈ നിൽക്കുന്ന ഇവൻ ഒറ്റ ഒരുത്തനാണ്. ഇവൻ അന്ന് എന്നെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ജീവനുമായിട്ടുള്ള എന്റെ വിവാഹം നടന്നേനം. ഇവൻ എന്റെ പിന്നാലെ കുറെ നടന്നു. ആ സമയത്തൊക്കെ ഇവന്റെ അഭിനയമാന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇവൻ എന്നെ സ്നേഹിക്കുവാന്നേ വിചാരിച്ചുകൊണ്ടിരുന്നേ. ഇവനെ മനസ്സറിഞ്ഞ് ഒരു കാലത്ത് ഞാനും സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേങ്കില് പിന്നീട് ഇവൻ ചെയ്ത ചതികളൊക്കെ, എന്റെ ദേവിയടുത്ത് വയറ്റി വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇവനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ ചതിയനാന്ന്. ഇവന്റെ ചതിയുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇവനിൽ നിന്ന് ഞാൻ പിന്മാറിയത്. പക്ഷെ ഇവൻ എന്നെ വിടാനായിട്ട് ഭാവം ഉണ്ടായിരുന്നില്ല. ഇവൻ എന്നെ ചതിച്ച് അന്ന് കൂട്ടിക്കൊണ്ടു പോയത്. ക്ഷമ പറയിപ്പിക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയതാ. എന്നിട്ടാണ് ഇവനും ഗുണ്ടകളും ചേർന്ന് അന്നത്തെ ഒരു രാത്രി ഞാൻ അനുഭവിച്ച വേദന. പിറ്റേന്ന് എൻ്റെ അച്ഛനും അമ്മയുടെയൊക്കെ മുന്നിൽ ഞാൻ തകർന്നു നിന്നേ. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന്. പിന്നീട് ഇന്ദിരാമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ അമ്മമ്മ, ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാ. പക്ഷെ എനിക്ക് ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു രാത്രി മൊത്തം ഒരുത്തനോടൊപ്പം കഴിഞ്ഞ പെണ്ണിനെ മറ്റാരെങ്കിലും സ്വീകരിക്കുമോ? ജീവന്റെ വീട്ടുകാരുടെ എല്ലാം മുന്നിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ തല കുനിച്ചു നിന്നു, ഒരു തെറ്റും ചെയ്യാതെ. ഇവനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മിത്രടുത്തിയുടെ ജീവൻ രക്ഷിച്ച് എൻ്റെ ഹരിഞ്ചേട്ടനാണ്. പക്ഷെ ഇവിടെയുള്ളവർ ചെയ്തത് എന്താ? അലോക് ചെയ്തത് എന്താ? എൻ്റെ കല്യാണം മുടക്കുമല്ലേ ചെയ്തത്. ഈ സമയത്ത് ഇന്ദിരാമ്മയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ? അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, എന്നാലും ഇവന്റെ ഭാര്യ അല്ലല്ലോ ഇവള്, ഇനിയിപ്പോൾ ഇവളെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഇന്ദിരാമ്മ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടാൻ വരട്ടെ. ഇവിടുന്ന് ആരും ആരെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്യുതനും രാജശ്രീയൊക്കെ ഒരു ഞെട്ടലോടുകൂടി നോക്കുവാണ്. കാരണം ഇന്ദിരാമ്മയ്ക്ക് കട്ടക്കലിപ്പായിരുന്നു. ഇവളുടെ വിവാഹം മുടക്കിയത് അലോക് ഒറ്റയെടുത്തണല്ലേ. അപ്പൊ അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്നിട്ട് അലോകൻ നൈസായിട്ട് വേറെ പെണ്ണുങ്ങളെ പിന്നാലെ പോന്നു. അതുകൊണ്ട് ഇന്ദിരാമ്മൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കാരണം ഇന്ദിരാമ്മയ്ക്ക് അറിയാം അലോകിന് ഇത് ഇനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ ഇത്രയും നാളും ഇവർ രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുമായിരുന്നതിനും. പക്ഷെ അനുശ്രീ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. ധർമ്മനും എല്ലാവർക്കും ആ സത്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ സുകന്യയ്ക്കൊരു ഞെട്ടലുണ്ടായിരുന്നു. തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമോ, താനാണ് ഒത്താശ ചെയ്തതെന്നുള്ള കാര്യം. അതെങ്ങാനും അനു പറഞ്ഞിട്ടുണ്ട് താനും പുറത്താന്നുള്ള കാര്യം ഓർത്തിട്ട് സുകന്യയും വല്ലാത്തൊരു ഞെട്ടൽ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.